അടുത്ത സുഹൃത്തു കൂടിയായ ദേവലോകാധിപൻ ഇന്ദ്രൻ്റെ ക്ഷണപ്രകാരം നേമി കൈകേയി സമേതനായിട്ട് ദേവലോകത്തേക്ക് ചെല്ലുകയാണ്. ശംബരൻ്റെ അനുജന്മാരെ മുഴുവൻ അരയാമത്തിനിടയിൽ പൂർണ്ണമായും അദ്ദേഹം നശിപ്പിക്കും. ഇത് കണ്ട ശംബരനാകട്ടെ തൻ്റെ മായാവിദ്യയാൽ 10 ശംബരന്മാരായി രൂപം പ്രാപിച്ച് 10 ദിക്കിൽ നിന്ന് നേമി രാജാവിനെ ആക്രമിക്കും. എന്നാൽ അദ്ദേഹം ദശചക്രമാർഗം എന്ന വിദ്യ ഉപയോഗിച്ച് മിന്നൽ പിണറിനേക്കാളും വേഗതയിൽ തൻ്റെ രഥത്തെ 10 ദിക്കിലേക്കും വെട്ടിത്തിരിച്ചുകൊണ്ട് 10 ശംബര രൂപങ്ങളോട് ഏറ്റുമുട്ടുകയാണ്. എന്നിട്ട് ശംബരനെ പരാജിതനാക്കും. അതോടുകൂടി നേമിക്ക് സാക്ഷാൽ ബ്രഹ്മദേവൻ ദശരഥൻ എന്ന പേര് നൽകി അനുഗ്രഹിക്കും. അങ്ങനെയാണ് നേമി എന്ന കോസല രാജാവ് ദശരഥനായി മാറുന്നത്. പുത്രന്മാരില്ലാതിരുന്ന ദശരഥ രാജാവ്